എല്ലാവർക്കും നമസ്കാരം. ഭക്തിസാന്ദ്രമായ ഈ സായം സന്ധിയിൽ, ഈ ആത്മീയ യാത്രയിൽ, ശാന്തിപഥം എന്ന ഈ ആത്മീയ യാത്രയിൽ പങ്കെടുക്കാനെത്തിയ പ്രിയപ്പെട്ട സഹയാത്രികരെ, ഈ ആത്മീയ വേദിക്ക് എന്നും താങ്ങും തണലും പ്രോത്സാഹനവും പ്രചോദന സ്രോതസ്സുമായ നമ്മുടെ പ്രിയപ്പെട്ട ആചാര്യൻ ഗുരുനാഥൻ ശ്രീ ദിനേശ് മുഗൾ സാർ, ഗീതയിലെ 2-ാം അധ്യായമായ സാഖ്യയോഗം തുടങ്ങുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ദേഹി നിത്യം അവധ്യേയം ദേഹോ സർവത്ര ഭാരത തസ്മാത് സർവാണി ഭൂതാനി നസ്ത്വം ശോചിതുമർഹതി എന്ന ശ്ലോകമാണ് പഠിച്ചത്. ഭഗവാന്റെ വളരെ പ്രസിദ്ധമായ ശ്ലോകമാണ് പഠിച്ചത്. അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരി സംശയം ചോദിച്ചിരുന്നു. നേരത്തെ പറഞ്ഞ സൂക്ഷ്മമായ ആത്മാവ് തന്നെയാണോ, സൂക്ഷ്മ ശരീരത്തിലുള്ള ആത്മാവ് തന്നെയാണോ ജീവൻ എന്ന് ചോദിച്ചിരുന്നു. ഈ ക്ലാസിന്റെ അവസാന ഭാഗമായതുകൊണ്ടും അതിനുശേഷം നമ്മുടെ ആധ്യാത്മിക ഭാഗമായ നാമസ്മരണയും നാമസങ്കീർത്തനം നടത്തേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ആ ചോദ്യത്തിന് അതെ എന്നാണ് ഉത്തരം പറഞ്ഞത്. അത് സത്യമാണ്, പക്ഷെ അത് അപൂർണമാണ് എനിക്ക് തോന്നിയത് കൊണ്ട് ഒന്നുകൂടി ആ ഭാഗം ഒന്ന് ടച്ച് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു. ഈ ജീവനെ കുറിച്ച് ബ്രഹ്മസൂത്രത്തിൽ വളരെ പ്രസിദ്ധമായ 2 വരികളുണ്ട്. ശ്രീ ശങ്കരാചാര്യർ വ്യാഖ്യാനമെഴുത പ്രസ്ഥാനത്രയമായ ബ്രഹ്മസൂത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവനാപരഃ. ബ്രഹ്മമാണ് സത്യം, ബ്രഹ്മസത്യം, ജഗത് മിഥ്യ, ഈ കാണുന്ന ജഗത്തൊക്കെ മിഥ്യയാണ്. പിന്നെയോ ജീവോ ബ്രഹ്മൈവ നാപര, ഈ ജീവൻ ബ്രഹ്മം തന്നെയാണ്. നേരത്തെ പറഞ്ഞ പരമാത്മാവാണെങ്കിലും ജീവാത്മാണെങ്കിലും ഈ ബ്രഹ്മത്തിന്റെ 2 രൂപമാണ്. അപ്പോൾ ബ്രഹ്മം, ഈ ജീവൻ ബ്രഹ്മം തന്നെയാണ്, നാപര, അത് മറ്റൊന്നുമല്ല എന്ന് തീർച്ചയായും ശങ്കരാചാര്യർ വളരെ വ്യക്തമായി പറയുകയാണ്. പഞ്ചകോശ നിർമ്മിതമായ ഈ ശരീരത്തിന്റെ 3 തലങ്ങളെ കുറിച്ച് പറഞ്ഞു. അന്നമയകോശം, അത് സ്ഥൂല ശരീരത്തിന്റെ ഭാഗം. പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, അത് സൂക്ഷ്മ ശരീരത്തിന്റെ ഘടകങ്ങൾ. പിന്നെ കാരണ ശരീരത്തിന്റെ ഭാഗമായ ആനന്ദമയ കോശം. ഈ സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമായ ആണ് സൂക്ഷ്മ ശരീരത്തിലുള്ള നമ്മുടെ ആത്മാവ് കുടികൊള്ളുന്നത്. മാണ്ഡൂക്യകാരികയിൽ ജീവം കൽപ്പയതേ പൂർവം തതോ ഭവാൻ പ്രതിഷ്ഠിതാൻ ബാഹ്യാധ്യാത്മികം ചൈവ യഥാ വിദ്യസ്തദാ സ്മൃതി. സ്മൃതിയുടെ ഒരു വരികൾ കോട്ട് ചെയ്തുകൊണ്ടാണ് മാണ്ഡൂക്യകാരിക പറയുന്നത്. എന്താ പറയുന്നത് അത് വിശദീകരിക്കാൻ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയുന്നു. അധിഷ്ഠാന സത്യത്തിൽ നിന്നും ആവിർഭവിക്കുന്ന സങ്കല്പം. ഈ അധിഷ്ഠാന സങ്കല്പം എന്താണ്? നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ അധിഷ്ഠിതമായ സങ്കല്പം. അതാണ് നേരത്തെ പറഞ്ഞ പ്രാണമയകോശവും മനോമയകോശവും വിജ്ഞാനമയകോശവും. അതിൻ്റെ സൂക്ഷ്മേന്ദ്രിയ, ആ സൂക്ഷ്മമായ ഇന്ദ്രിയങ്ങളുടെ സംഘാതമുള്ള സൂക്ഷ്മ ശരീരം, അതാണ് സൂക്ഷ്മ ശരീരത്തിന് രൂപം കൊടുക്കുന്നത്. സൂക്ഷ്മ ശരീരത്തിന്റെ 3 ഘടകങ്ങളാണിത്. ഇത് ചിത് പ്രതിബിംബം ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ, ഈ 3 ഭാഗങ്ങളെ ചിത് പ്രതിബിംബം എന്താണ്? ചിത്ത് എന്നത് സച്ചിദാനന്ദത്തിന്റെ ചിത്ത്, ബ്രഹ്മത്തിന്റെ ചിത്ത്. ആ ചിത്തത്തിന്റെ പ്രതിബിംബം ഉൾക്കൊണ്ടുകൊണ്ട്, പ്രതിബിംബം എന്താണ്? ബിംബമല്ല, പ്രതിബിംബമാണ്. ആ ചിത്തത്തിന്റെ പ്രതിബിംബമാണ് ഈ സൂക്ഷ്മ ശരീരത്തിൽ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് ആ പ്രതിബിംബം കൂടി, ചേതനയുടെ പ്രതിബിംബം കൂടി ഉള്ളപ്പോൾ ഈ സൂക്ഷ്മ ശരീരം സജീവമാകുന്നു. അതാണ് സത്യത്തിൽ ജീവൻ എന്ന് പറയുന്നത് എന്ന് വേദം പറയുന്നു. ഇതിനെക്കുറിച്ച് നമ്മുടെ ഭഗവത്ഗീതയിൽ തന്നെ 7ഉം 8ഉം 9ഉം അധ്യായം തുറന്ന് അങ്ങോട്ട് ജീവനെ കുറിച്ച് പരമാവധി പറയുന്നുണ്ട്. അതുകൊണ്ട് വിശദമായി ആ സമയം പറയാം എന്ന് ഉള്ളത് കൊണ്ട് ഇപ്പോൾ അത് സൂചിപ്പിക്കും മാത്രം പറയുന്നു. അത് തന്നെയാണ് ദേഹി നിത്യം അവധ്യേയം ദേഹേ സർവത്ര ഭാരത എന്ന് പറഞ്ഞത്. ദേഹി എന്ന് പറയുന്നതും ഈ ജീവാത്മാവ് തന്നെയാണ്. അതിനെ വധിക്കാൻ പറ്റില്ല എന്ന് ഭഗവാൻ കൃഷ്ണൻ നേരത്തെ പറഞ്ഞു. സാന്ദർഭികമായി നിങ്ങളുടെ അറിവിലേക്കായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി 31-ാമത്തെ ശ്ലോകം, 2-ാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ 31-ാമത്തെ ശ്ലോകം പറയുന്നത്: സ്വധർമ്മോ വിചാവേക്ഷ്യ ന വിഗംബിതുമർഹസി
ധർമാധി യുദ്ധശ്രേയോന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. ക്ഷത്രിയസ്യ ന വിദ്യതേ എന്താ പറയുന്നത്? സ്വധർമ്മം അപീച്ച, ധർമ്മത്തോടുകൂടിയും ആവേക്ഷ നോക്കിയിട്ട്, സ്വധർമ്മത്തോടുകൂടി സ്വധർമ്മത്തേക്ക് നോക്കിയിട്ട് വികമ്പിതും, നീ സ്വധർമ്മം ചെയ്യുകയാണെങ്കിൽ ആ ധർമ്മത്തിന്റെ രീതിയിലാണെങ്കിൽ പോലും വികമ്പിതും. ഇപ്പോ ഈ ധർമ്മം ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിലാണുള്ളത്, ധർമ്മം ചെയ്യാൻ വിമുഖത കാണിക്കുന്ന ഒരു അവസ്ഥയിലാണല്ലോ ഉള്ളത്. അതുകൊണ്ട് അങ്ങനെ നോക്കിയാൽ പോലും, സ്വധർമ്മം ചെയ്യേണ്ട കാര്യത്തിൽ നോക്കിയാൽ പോലും ധർമ്മം ചെയ്യാതെ പിന്നോട്ട് പോകുന്നതിന് നീ അർഹനല്ല. കാരണം ധർമ്മ്യാദ് യുദ്ധ, ധർമ്മമല്ല ധർമ്മ്യാദ്, ധർമ്മം ചെയ്യേണ്ട യുദ്ധം, ധർമ്മ്യാദ് യുദ്ധാത് അന്യത് ശ്രേയ, ധർമ്മം നീ ചെയ്യേണ്ട ധർമ്മ്യം യുദ്ധമാണ്. ആ യുദ്ധം ചെയ്യാതെ മറ്റ് രീതികളിൽ പോകുന്നത്, സ്വധർമ്മത്തിന് വിരുദ്ധമായ രീതിയിൽ ചെയ്യുന്നത്, അത് തെറ്റാണ്. അത് അന്വേഷിച്ച് ഇങ്ങനെയാണ്: സ്വധർമ്മം അപീച്ച ആവേക്ഷ വികമ്പിതം ന അർഹസി, ധർമ്മ്യാത് യുദ്ധ്യാത് അന്യത് ശ്രേയ ന വിദ്യതേ. ധർമ്മം ചെയ്യുന്ന നിന്റെ ധർമ്മമായ യുദ്ധം ചെയ്യാതെ മറ്റതിനെ കുറിച്ച് ചിന്തിക്കുന്നത് തെറ്റാണ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇതിൽ പറയുന്നത് ക്ഷത്രിയസ്യ ന വിദ്യതേ. ആരാണ് ക്ഷത്രിയൻ? നമുക്കറിയാം, രാജസപ്രധാനമുള്ള രാജ്യം സേവിക്കാൻ താല്പര്യരായ, രാജ്യം സംരക്ഷിക്കാൻ ബാധ്യതയുള്ള വിഭാഗമാണ് ക്ഷത്രിയർ. ക്ഷത്രിയർ എന്നുള്ള പദം ക്ഷതാത് ത്രായതേ ഇതി ക്ഷത്രിയ. ക്ഷതാത്, ക്ഷതം നമുക്കറിയാം മുറിവ്, മുറിവിൽ നിന്ന് രക്ഷിക്കുന്ന. ഇത് മുറിവിൽ നിന്നല്ല, മുറിവേൽക്കുന്നത് പ്രിവെന്റീവാണ്. ആർക്കൊക്കെ മുറിവേൽക്കാൻ സാധിക്കുന്നു? വ്യക്തിക്കാണെങ്കിൽ ആ വ്യക്തിക്ക് മറ്റുള്ളവരിൽ നിന്ന് മുറിവേൽക്കാൻ സാധ്യതയുള്ളത് അതിനെ നിരോധിക്കുന്ന ആൾ എന്ന രീതിയിലാണ് ക്ഷത്രിയൻ ക്ഷതാത് ത്രായതേ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് വ്യക്തിനെ മാത്രമല്ല, രാജ്യത്തിന് ക്ഷതം വരുമ്പോൾ, ശത്രുക്കളെ കൊണ്ട് രാജ്യത്തിന് ക്ഷയം വരുമ്പോഴും അതിനെ പ്രതികരിക്കാൻ കഴിയുന്ന, അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന വിഭാഗമാണ് ക്ഷത്രിയൻ. ആ ക്ഷത്രിയനെ ധർമ്മങ്ങളും വേദത്തിൽ പ്രമാണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഓടിച്ചു പോകാം. ആഹവേഷു മിഥോന്യേനം ജംഘാം സന്തോ മഹീക്ഷിതാഃ യുദ്ധമാനാ പരം ശക്ത്യാ സ്വർഗം യാന്ത്യപരാം മുഖം വജ്രേഷു പശവോ ബ്രഹ്മൻ ഹന്യന്തേ സതതം ദ്വിജൈഃ സംസ്കൃത്യാഖില മർജൈശ്ചൈത തേവി സ്വർഗമവാപ്നുവൻ. എന്താ പ്രമാണം പറയുന്നത്? ശ്രുതി പറയുന്നത്, രാജാവിനോട് മത്സരിച്ച് പൊരുതി മരിക്കുന്ന ക്ഷത്രിയന്, രാജാവ് എന്ന മഹീക്ഷിതാണെന്ന് പറയുന്നത്, രാജ്യത്തെ കാക്കുന്ന ആളെന്നുള്ള രീതിയിൽ യോദ്ധാവായാലും കുഴപ്പമില്ല, അങ്ങനെയുള്ള രാജ്യം കാക്കുന്ന ആളിനെ കൊണ്ട് പൊരുതി മരിച്ചാലും സ്വർഗം ലഭിക്കും. കാരണം യോദ്ധാവിന്റെ ധർമ്മം പൊരുതലാണ്. അതുപോലെ തന്നെ മറ്റൊന്നും കൂടി പറയുന്നുണ്ട്, യാഗവേളയിൽ മൃഗങ്ങളെ ബലി കഴിക്കുന്നത് കൊണ്ട് ഈ ബലി കഴിക്കപ്പെടുന്ന മൃഗങ്ങൾക്കും മോക്ഷമുണ്ടാകുന്നു. അതുപോലെ തന്നെ യാഗം ചെയ്യുന്ന ബ്രാഹ്മണനും മോക്ഷമുണ്ടാകുന്നു. മതതത്വങ്ങളനുസരിച്ച് രണാങ്കണത്തിൽ വെച്ച് ചെയ്യുന്ന ഹിംസയും യാഗാഗ്നിയിൽ വെച്ച് ചെയ്യുന്ന ഹിംസയും അതിന് തെറ്റില്ല. കാരണം ധർമ്മശാസ്ത്രങ്ങളനുസരിച്ച് ഇരുവർക്കും നേട്ടമേ ഉണ്ടാകുന്നുള്ളൂ. ബലിക്ക് വിധേയമാകുന്ന ജന്തു പരിണാമ പ്രക്രിയയിലൂടെ സഞ്ചരിക്കാതെ നേരിട്ട് മനുഷ്യജന്മം കൈവരിക്കുന്നു. യുദ്ധക്കളത്തിൽ വെച്ച് ക്ഷത്രിയനും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇത് നമ്മൾ നോക്കാം. ക്ഷത്രിയന്, നമ്മുടെ മനുഷ്യജന്മത്തിന് നിരവധി ജന്മങ്ങളുണ്ടല്ലോ. ഇന്ന് മനുഷ്യനാണെങ്കിൽ നാളെ നമ്മൾ വേറെ എന്തെങ്കിലും മൃഗമായിരിക്കും. അതുപോലെ നമ്മുടെ ഈ ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം ക്ഷത്രിയന്റെ ധർമ്മം യുദ്ധമാണ്. ക്ഷത്രിയന്റെ ധർമ്മമായ യുദ്ധത്തിൽ വെച്ച് ക്ഷത്രിയൻ മരിച്ചാൽ ആ ഒരു ക്ഷത്രിയന് തൻ്റെ ജന്മത്തിൽ പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെയായി വരുമല്ലോ. അതുകൊണ്ട് ആ ക്ഷത്രിയന് നിശ്ചയമാണ് വീണ്ടും വരുന്ന ജന്മം മനുഷ്യജന്മം തന്നെയായിരിക്കും എന്ന് ശ്രുതി പറയുന്നുണ്ട്. അതുപോലെ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, മൃഗങ്ങൾ എന്ന് പറയുന്നത് ബലിമൃഗങ്ങളാകുന്ന മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് യാഗാഗ്നിയിൽ അർപ്പിക്കപ്പെടുകയാണ്, അവരെ കൊല്ലപ്പെടുകയാണ്. അങ്ങനെ കൊല്ലപ്പെട്ടാൽ അവർക്കും മറ്റൊരു മൃഗജന്മം ഉണ്ടാവില്ല. അത് ഡയറക്റ്റ് മനുഷ്യജന്മത്തിലേക്ക് പോകും എന്നാണ് പറയുന്നത്. അങ്ങനെ യാഗാഗ്നിയിൽ വെച്ച് യാഗാഗ്നി ചെയ്യുന്ന ബ്രാഹ്മണനും യാഗം ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ സ്വർഗം പോകാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മുടെ ഈ മൃഗബലിയെ അംഗീകരിച്ചുകൊണ്ടല്ല പറയുന്നത്.
മൃഗബലി തെറ്റ് തന്നെയാണ്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ മൃഗബലി പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. 968 കേരള ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്, മൃഗബലി നിരോധ നിയമം. അതിന് ശേഷം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും മൃഗബലി നിരോധിച്ചിട്ടാണുള്ളത്. പക്ഷേ ഈ 2020 സുപ്രീം കോടതിയിൽ ഈ കോഴിക്കോടുള്ള ഒരു ക്ഷേത്രവിശ്വാസി ഈ സുപ്രീം കോടതിയിൽ ഒരു വിധി വാങ്ങിച്ചിട്ടുണ്ട്, ഇതൊന്ന് പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പം പിന്നെ സുപ്രീം കോടതി കേരള ഗവൺമെന്റ് ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതൊന്ന് പുനഃപരിശോധിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യണം എന്നിട്ട്. ഇതുവരെ റിപ്പോർട്ടായോ എന്നറിയില്ല. എന്തായാലും ഈ മൃഗബലി എന്നത് നമ്മുടെ പറയുന്നത് മൃഗീയ വികാരങ്ങളെ അടിച്ചമർത്തുന്നതിന് ബലി കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് മൃഗബലി പൗരാണിക കാലം തൊട്ട് പറയുന്നത്. പക്ഷെ ആചാരങ്ങൾ മാറി പിന്നെ ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ചും രാജസ സ്വഭാവമുള്ള ആചാരങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ മൃഗബലി ഇന്നും നടക്കുന്നുണ്ട് എന്നാണ് സത്യം. നമ്മുടെ ക്ഷേത്രങ്ങളിൽ തെയ്യങ്ങളിലൊക്കെ ഞാനും 1-2 തവണ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട്. നമ്മുടെ ഉത്തര മലബാറിൽ, ദിനേശ് സാർക്കൊക്കെ അറിയാം, ഉത്തര മലബാറിൽ തെയ്യങ്ങൾ ഒരു ആരാധനാ വിഭാഗമാണ്. അതില് ഈ പൊട്ടൻ തെയ്യം, അത് ശിവന്റെ ശിവൻ പരമശിവൻ ശങ്കരാചാര്യർക്ക് അദ്വൈതം പഠിപ്പിക്കാൻ വേണ്ടി ചണ്ടാള രൂപത്തിൽ വന്നതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ആ പൊട്ടൻ ദൈവത്തിന്റെ ഒരു കോലമുണ്ട്, തെയ്യക്കോലം. ആ കോലത്തിൽ അവസാനം ഈ കോഴിയെ കടിച്ച് കൊല്ലുന്നുണ്ട്, അതിന്റെ ഒരു ആചാരമായ ഭാഗം. ഞാനതിന്റെ ക്ഷേത്ര ആളുകളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, പിന്നെ ഇത് മഹാദേവൻ ഇവിടെ വരുന്നത് ചണ്ടാളനായിട്ടാണ്, ആ ചണ്ടാളന്റെ സ്വഭാവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പൊ നിങ്ങളുടെ ഈ സ്തോത്രത്തിൽ തന്നെ ഉണ്ടല്ലോ, നിന്നെ കൊന്നാലും ചോരയുടെ നിറം ചുവപ്പ്, നിന്നെ കൊന്നാലും എന്നെ കൊന്നാലും എന്നെ കുത്തിയാലും ചോരയുടെ നിറം ചുവപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അതിനൊന്നും അവർക്ക് മറുപടിയില്ല. ഇതൊരു ആചാരം, അത് ഇത് കഴിഞ്ഞതിന് ശേഷം കോലക്കാരൻ ഇതെടുത്തു പോകും. ഏതായാലും ഈ മൃഗബലി അങ്ങനെയായാലും ഈ കൊല്ലപ്പെടുന്ന മൃഗം കോഴിയായാലും ആടായാലും ഈ കൊല്ലപ്പെടുന്ന മൃഗം അതിന് മോക്ഷം കിട്ടും, അല്ല മനുഷ്യജന്മം കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ സുപ്രീം കോടതിയിലൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും വ്യക്തിപരമായി യോജിക്കാൻ പറ്റാത്ത കാര്യമാണ്. പാവനമായ ദൈവത്തിന്റെ മുന്നിൽ നിരപരാധിയായൊരു ഒരു ജീവി പിടഞ്ഞ് മരിക്കുന്നത് കാണാനുള്ള ഒരു മാനസികാവസ്ഥ ഒന്നും ഉണ്ടായിട്ടില്ല. അതെന്തായാലും ഏത് രീതിയിലായാലും അതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. നമുക്ക് ധർമ്മത്തിലേക്ക് തന്നെ പോകാം. സ്വധർമ്മം 2 വിധമുണ്ട്. മുക്തനാവാത്തിടത്തോളം കാലം തൻ്റെ ജീവിതകാലത്തിൽ എന്തൊക്കെയാണോ നിയോഗിക്കപ്പെട്ടുള്ളത് ആ ധർമ്മം ചെയ്യാൻ വിധിക്കപ്പെട്ടവനാണ്. പിന്നെ അതിന് മരണാനന്തരമോ മരണാനന്തരം സ്വർഗത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുക, ഈശ്വര സങ്കല്പങ്ങൾ അനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുക, ആ രീതിയിലുമുണ്ട്. ഇനി നമുക്ക് 32ാമത്തെ ശ്ലോകം. യദൃച്ഛയാ ചോപപന്യം സ്വർഗദ്വാരമവാവൃതം സുഖിന ക്ഷത്രിയ പാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം. ഈ അർജുനനെ യുദ്ധസന്നാഹമാക്കാൻ വേണ്ടി, യുദ്ധസന്നദ്ധനാക്കാൻ വേണ്ടി എന്തൊക്കെ ന്യായീകരണങ്ങളാണ് ഭഗവാൻ കൊണ്ടുവരുന്നത് നോക്കൂ. യദൃച്ഛതച്ചോപപന്യം സ്വർഗദ്വാരമവാവൃതം സുഖിന ക്ഷത്രിയ പാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം. അർജുന, യദൃച്ഛയാ, യാദൃച്ഛികമായി, നിന്റെ ജന്മത്തിലിടക്ക് നേരത്തെ പ്ലാൻ ചെയ്തതല്ല, ഇത് യദൃച്ഛയായി വന്നതാണ് ഈ യുദ്ധം. യദൃച്ഛയ ഉപപന്നം, കൈവന്നതായ, അപാവൃതം തുറക്കപ്പെട്ട, സ്വർഗദ്വാരം സ്വർഗകവാടം. എങ്ങനെ? നീ അഥവാ ഈ യുദ്ധത്തിൽ വെച്ച് മരണപ്പെട്ടാൽ പോലും നീ സ്വർഗത്തിലേക്ക് പോകും. അപ്പൊ നിന്റെ പോക്ക് ഡയറക്റ്റ് ആയിട്ട് സ്വർഗത്തിലേക്കാണ്. അതുകൊണ്ട് യാദൃച്ഛികമായി, പ്ലാൻ ചെയ്യാത്തതാണെങ്കിലും യാദൃച്ഛികമായി ഈ വന്നു ചേർന്ന ഈ സ്വർഗകവാടം, ഈദൃശം യുദ്ധം, ഇത് പ്രകാരമുള്ള യുദ്ധം, സുഖിന ക്ഷത്രിയാഹ ലഭന്തേ, ഇത് സുഖികളായ ക്ഷത്രിയന്മാർക്ക്. ഇവിടെയല്ല, ഈ ജീവിത സുഖം സ്വർഗപ്രാപ്തിക്ക് ശേഷം ലഭിക്കുന്ന, സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ക്ഷത്രിയന്മാർക്ക് ഈ യാദൃച്ഛികമായി ഈ കൈവന്ന ഈ സന്ദർഭം, അത് സുഖികളായവർക്ക് അത് അവരെ അംഗീകരിക്കുന്ന കാര്യമാണ്. അന്യം ഹേ പാർത്ഥ, യദൃച്ഛയാ ഉപപന്യം അനാവൃതം സ്വർഗദ്വാരം ഈദൃശം യുദ്ധം സുഖിനം ക്ഷത്രിയാഹ ലഭ്യതേ.
യാദൃശ്ചികമായി കൈവന്നതായി തുറക്കപ്പെട്ട ഈ സ്വർഗ കവാടം ഇപ്രകാരമായ യുദ്ധങ്ങളിലൂടെ സുഖികളായ ക്ഷത്രിയന്മാർക്ക് മാത്രമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ വന്ന അവസരം നീ ഉപയോഗിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ക്ഷത്രിയനെ കുറിച്ച് ക്ഷത്രിയന്റെ ഡെഫിനിഷൻ നേരത്തെ സൂചിപ്പിച്ചു. പരാശര മഹർഷി, നമ്മുടെ വ്യാസ മഹർഷിയുടെ പിതാവായ പരാശര മഹർഷി ക്ഷത്രിയന്റെ ചില ഡെഫിനിഷൻ പറയുന്നുണ്ട്. എന്താണ്? ക്ഷത്രിയോ ഹി പ്രജാകാമാൻ, ക്ഷത്രിയൻ ഹി തീർച്ചയായും പ്രജാകാമാൻ, പ്രജകളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിൽക്കുന്നവരും പ്രജകളെ സംരക്ഷിക്കുന്നവനുമായിരിക്കണം. ശസ്ത്രപാണി പ്രാണ്ഡവൻ, ശസ്ത്രപാണിയായിരിക്കണം. എപ്പോഴും യുദ്ധസന്നാഹമായിട്ട് ഏത് സമയത്തും യുദ്ധം വരുമ്പോൾ അതിനെ നേരിടാനുള്ള ശസ്ത്രപാണിയായിരിക്കണം. നൈർജിത്യ പരസൈന്യാദി, പരസൈന്യങ്ങളെ മറിച്ചുള്ള സ്വന്തം സൈന്യത്തെയല്ല, പരൻ സൈന്യങ്ങളെ നിർജിത്യ ജയിക്കാൻ കഴിവുള്ളവനായിരിക്കണം. ക്ഷിതിയും ധർമ്മേണ പാലയാത്, അങ്ങനെ ശത്രുക്കളെ പരാജയപ്പെടുത്തിക്കൊണ്ട് സ്വന്തം ക്ഷിതിയെ, സ്വന്തം ഭൂമിയെ, സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിവുള്ളവനായിരിക്കണം ക്ഷത്രിയൻ. 33-ാമത്തെ ശ്ലോകം. അധച്ഛേദത്വമിദം ധർമ്മ്യം സംഗ്രാമ്യം ന കരിഷ്യസി തതസ്വധർമ്മം കീർത്തിം ചഹിത്വാ പാപമാംസസി. ഭഗവാൻ വീണ്ടും തിരിച്ചും മറിച്ചും ഇതിനെ ന്യായീകരിക്കുകയാണ്. അധച്ഛേത്വമിദം ധർമ്മ്യം, ധർമ്മ്യം എന്നുള്ള വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. ധർമ്മ്യം, ധർമ്മമായിരിക്കേണ്ടത്, ധർമ്മം ചെയ്യേണ്ടത് എന്താണ്? അധച്ഛേത്വമിദം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തതസ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപം അവാപ്സസി. ഇത്തരം ധർമ്മ്യം, നീ ചെയ്യേണ്ടതായ ധർമ്മം, സംഗ്രാമം ന കരിഷ്യസി, നീ അത് ചെയ്തില്ല എങ്കിൽ തത് സ്വധർമ്മം കീർത്തിയും, അത് നിന്റെ സ്വധർമ്മത്തെയും കീർത്തിയെയും ചഹിത്വ പാപമാസസി, അത് പാപമായിട്ടും വരും, നിന്റെ ധർമ്മത്തെയും നിന്റെ കീർത്തിയെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. ത്വം ധർമ്മ്യം സംഗ്രഹം ന കരിഷ്യസി, ചെയ്ത് നിന്റെ സ്വന്തം ധർമ്മം നീ ചെയ്യുന്നില്ല എങ്കിൽ തഥ സ്വധർമ്മവും കീർത്തി ഹിത്വ പാപം അവാപ്സതി, അത് നീ സ്വന്തം ചെയ്യുന്നില്ലെങ്കിൽ അത് അകീർത്തികരവും അത് തെറ്റുമാണ്, പാപവുമാണ് എന്നാണ് 33-ാം ശ്ലോകത്തിലൂടെ പറയുന്നത്. അർജുന, ധർമ്മ്യമായ ഈ യുദ്ധത്തെ, നീ ചെയ്യേണ്ടതായ നിന്റെ കർമ്മത്തെ നീ ചെയ്യുകയില്ല എങ്കിൽ നിനക്ക് സ്വർഗപ്രാപ്തി ഉണ്ടാവില്ല. എന്ന് തന്നെയുമല്ല, നിന്റെ ധർമ്മത്തെയും കീർത്തിയെയും ഉപേക്ഷിച്ചാൽ നീ പാപത്തെ തന്നെ പ്രാപിക്കും. അതാണ് ഭഗവാൻ പറയുന്നത്. അർജുനൻ ലോകപ്രശസ്തനായ യോദ്ധാവാണെന്ന് നമുക്കറിയാം, വില്ലാളി വീരനാണ് നമുക്കറിയാം. ഭൂമിയിൽ യുദ്ധങ്ങൾ വരുമ്പോൾ യുദ്ധത്തിൽ ജയിക്കാനായി ദേവന്മാർ പോലും നിരവധി ദിവ്യാസ്ത്രങ്ങൾ അർജുനന് സമ്മാനിച്ചിട്ടുണ്ട്. ഗാണ്ഡീവം അഗ്നിദേവൻ കൊടുത്തതാണ്. ഗാണ്ഡീവം ഈസ് ഈക്വൽ ടു അർജുനൻ എന്നല്ലേ പറയുന്നത്. അർജുനന്റെ ഭാഗം തന്നെയാണ് ഗാണ്ഡീവം. ആ ഗാണ്ഡീവം എന്തിനാണ്? ആ ധർമ്മയുദ്ധത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പാശുപതാസ്ത്രം അത് പരമശിവൻ നൽകിയതാണ്. പാശുപതാസ്ത്രം പരമശിവൻ നൽകണമെങ്കിൽ ഈ അസ്ത്രം കൊണ്ട് നീ ലോക വിജയം കൈവരിക്കണം, നീ ധർമ്മ വിജയം കൈവരിക്കണം എന്ന അർത്ഥത്തിലാണ് പാശുപതാസ്ത്രം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു വലിയ തപസ്സിന് ശേഷമാണ് അത് കൊടുക്കുന്നത്. അതിന്റെ പിന്നിൽ വേറെ കഥയുണ്ട്, അത് പിന്നീട് പറയാം. ഈ പാശുപതാസ്ത്രം കൊടുത്തത് മഹാദേവൻ. അതുപോലെ ബ്രഹ്മാസ്ത്രം കൊടുത്തത് മഹാദേവന്റെ തന്നെ അസ്ത്രം അഗസ്ത്യമുനിക്ക് കൊടുത്ത്, അഗസ്ത്യമുനി ദ്രോണാചാര്യർക്ക് കൊടുത്ത്, ദ്രോണാചാര്യർ സ്വന്തം ശിഷ്യനായ അർജുനന് കൊടുത്ത്. ഈ ബ്രഹ്മാസ്ത്രം ഒക്കെ പറയുന്നത് ഏറ്റവും വലിയ ആയുധമാണ്. ഈ ബ്രഹ്മാസ്ത്രം കൊണ്ടാണ് ഭഗവാൻ ത്രിപുരയെ നശിപ്പിച്ചതെന്നൊക്കെയാ പറയുന്നത്. അത്രയും വലിയ ആയുധങ്ങൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ധർമ്മയുദ്ധം നടത്താണ്, ഭൂമിയിൽ യുദ്ധം ജയിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ നമ്മുടെ ആയുധശേഖരത്തിൽ, അർജുനന്റെ ആയുധശേഖരത്തിൽ അത് ഒരു അലങ്കാരമായി വെക്കാനല്ല, അത് യുദ്ധം ചെയ്യാനാണ്. അത് കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇതൊക്കെ കൊടുത്തത് സാധാരണക്കാരല്ല, ദേവന്മാരാണ് കൊടുത്തത്. ഈ സ്വർഗരാജ്യത്തെ മുഴുവൻ മഹത്തായ ആയുധങ്ങളും ദേവേന്ദ്രൻ കൊടുത്തിരുന്നു തന്റെ സ്വന്തം മകനായ അർജുനന്. അത് എല്ലാ ആയുധങ്ങളും ദേവേന്ദ്രൻ, ഈ മഹത്തായ എല്ലാ ആയുധങ്ങളും അർജുനന് കൊടുത്തിരുന്നു. അങ്ങനെ ദേവന്മാരായാലും
ഗുരുനാഥന്മാരായാലും കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിനെ കൊണ്ട് നല്ല പ്രയോജനമുണ്ടാകണം എന്ന് ഉദ്ദേശത്തോടു കൂടിയാണ് കൊടുക്കുന്നത്. അത് ചെയ്തില്ല എങ്കിൽ ഈ കൊടുക്കുന്ന ആളിനോട് കാണിക്കുന്ന നീതിയായിരിക്കും. നമുക്കറിയാം, നമുക്കിപ്പം LKG പഠിക്കുന്ന കുട്ടി നന്നായി ചിത്രം വരച്ചു. നമ്മുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക? ആ കുട്ടി ഇനി നന്നായിട്ട് വളരട്ടെ എന്ന് പറഞ്ഞ ഒരു പെയിന്റിംഗ് ബോക്സ് ചെറിയ ആണെങ്കിലും നമ്മൾ കൊടുക്കും. അപ്പൊ കൊടുക്കുന്ന നമ്മളുടെ മനസ്സിൽ എന്താണ്? ആ കുട്ടി വളരട്ടെ, ആ കുട്ടിക്ക് കൂടുതൽ കഴിവുണ്ടാകട്ടെ എന്ന രീതിയിൽ. അതുപോലെ തന്നെ ഈ ദിവ്യാസ്ത്രങ്ങൾ പലതും വാങ്ങുന്ന മഹാന്മാരിൽ നിന്ന് ദേവന്മാരിൽ നിന്ന് വാങ്ങുമ്പോൾ അവരോടൊരു നീതിയുണ്ട്. അവരുടെ ഉദ്ദേശം സഫലീകരിക്കാൻ ആ നീതി നീ പൂർത്തീകരിക്കണം എന്നാണ് വ്യംഗ്യമായെങ്കിലും ഭഗവാൻ സൂചിപ്പിക്കുന്നത്. 34-ാമത്തെ ശ്ലോകം വീണ്ടും അത് ആവർത്തിക്കുകയാണ്. അകീർത്തിം ചാവിഭൂതാനി കഥയിഷ്യന്തി തേ വ്യയം സ്വഭാവിതസ്യ ചാകീർത്തിം മരണാദീതിയുച്യതേ. എന്താ പറയുന്നത്? അപീച്ച, മാത്രമല്ല സ്വധർമ്മത്തെ കുറിച്ചാണ് പറയുന്നത്. അപീച്ച ഭൂതാനി, ജനങ്ങൾ, തേ നിനക്ക്, നിന്നെക്കുറിച്ച്, അവ്യയം നശിക്കാത്ത അകീർത്തിം കഥയിഷ്യന്തി പറഞ്ഞുകൊണ്ടേയിരിക്കും. സ്വഭാവിതസ്യ ബഹുമാന്യനായ ഒരാളിന് അകീർത്തിയും ദുഷ്കീർത്തിയെ മരണാത് മരണത്തെക്കാൾ അതിരുച്യതേ അധികതരമാകുന്നു. നീ ഇത് യുദ്ധത്തിന് പിന്മാറിയാണെങ്കിൽ ഭഗവാൻ ആവർത്തിച്ച് പറയുകയാണ്. ഭൂതാനി ജനങ്ങൾ, തേ നിനക്ക്, നിന്നെക്കുറിച്ച്, അവ്യയം നശിക്കാത്ത അകീർത്തിയും. ഇത് ഒരു തവണ പോയാൽ ജീവിതകാലം മുഴുവനും നീ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയവൻ എന്ന രീതിയിൽ നീ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് നിരന്തരം അവ്യയമായ, എപ്പോഴും പറയാൻ സാധ്യതയുള്ള ദുഷ്കീർത്തിയെ ഒഴിവാക്കുന്നതും, ആ ദുഷ്കീർത്തി ഉണ്ടാകുന്നത് മാന്യന്മാർക്ക്, ബഹുമാനം അർഹിക്കുന്നവർക്ക് മരണത്തെക്കാൾ ഭയാനകമാണ്. അപീച്ച ഭൂതാനി തേ അവ്യയം അകീർത്തിയും കഥയിഷ്യന്തി സ്വഭാവശത്ത അതികീർത്തിയും മരണാത് അതിരുച്യതേ. ജനങ്ങൾ നിന്നെക്കുറിച്ച് എക്കാലവും ദുഷ്കീർത്തി പറഞ്ഞുകൊണ്ടേയിരിക്കും. ബഹുമാന്യനായ ഒരാൾക്ക് ദുഷ്കീർത്തി മരണത്തെക്കാൾ അധികമാണ് എന്നാണ് ഇതിന്റെ സാരാംശം. സുഹൃത്തിന്റെയും ചിന്തകന്റെയും നിലയിൽ ഭഗവാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന അർജുനന്റെ നിലപാടിനോട് അവസാന വിധി കൽപ്പിക്കുകയാണ്. നീ ഈ യുദ്ധക്കളം വിട്ടുപോയാൽ നീ ഭീരുവാണെന്ന് വിചാരിക്കപ്പെടും, നീ ഭീരുവാണെന്ന് ദുഷ്കീർത്തി നിനക്കുണ്ടാകും. അതിനേക്കാൾ ഭേദം യുദ്ധത്തിൽ വെച്ച് മരണപ്പെടുകയാണ്. ഇതാണ് എൻ്റെ ഉപദേശം, ഇതാണ് എൻ്റെ അന്തിമ വിധി എന്ന് പറഞ്ഞിട്ട് ഈ ഉപദേശം ചെറിയ ഒരു വിധി ഇതാണ്. ഡു നോട്ട് എസ്കേപ്പ് ഫ്രം ദ ബാറ്റിൽ ഫീൽഡ് ആസ് എ വാരിയർ, ഡു യുവർ ഡ്യൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ തൻ്റെ ഈ ഉപദേശം, യുദ്ധം ചെയ്യാനുള്ള ഉപദേശത്തിന് തൽക്കാലമായി വിരമിക്കുകയാണ്. ഭയാദ്രോണാദ്രുപതരം മംസ്യന്തേ ത്വാം മഹാരഥ യേഷാംശ്ചത്വം ബഹുമതോ ഭൂത്വാ യസ്യാസി ലാഘവ. അതിന് ന്യായീകരിക്കാൻ വീണ്ടും പറയുകയാണ്. എന്താ പറയുന്നത്? ത്വം നീ, യേഷാം യാതൊരുത്തവർക്ക്, ബഹുമാനിക്കപ്പെട്ടവരായിരുന്നുവോ, തേ മഹാരഥ ആ മഹാരഥന്മാർ, ത്വാം നിന്നെ, ഭയാത് രണാത് ഉപരതം ഭയത്താൽ രണത്തിൽ നിന്നും യുദ്ധത്തിൽ നിന്നും ഒളിച്ചോടിപ്പോയവനെന്ന് മുൻസിന്തി വിചാരിക്കുന്നു, പറയുകയും ചെയ്യും. ഒരിക്കൽ ബഹുമാന്യനായിട്ട് ജനം അംഗീകരിച്ച, ലോകം അംഗീകരിച്ച നിന്നെ വളരെ നിസ്സാരമായിട്ട് തന്നെ ലോകം പറയും. അത് അർജുനനെ സൂചിപ്പിക്കുകയാണ്. അർജുനനെ ഒന്നുകൂടി ആ തീരുമാനത്തിലെത്തിക്കാൻ വേണ്ടി ഭഗവാൻ പറയുകയാണ്. അനേയം ത്വം യേഷാം ബഹുമതാഹ തേ മഹാരഥ ത്വം ഭയാതുപരിതം മസ്യന്തേ ഭൂത്വാച ലാഘവം ലാസ്യസി. നീ യാതൊരുവർക്ക് ബഹുമാനിക്കപ്പെട്ടവനായിരിക്കുന്നുവോ ആ മഹാരഥന്മാർ നീ ഭയം കൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്നവനായി കണക്കാക്കും. മുമ്പ് നിന്നെ വളരെ ബഹുമാനിച്ച ആളുകളൊക്കെ തന്നെ ഇപ്പോൾ നിന്നെ വളരെ നിസ്സാരനായിട്ടാണ് കാണുന്നത്. 36-ാമത്തെ ശ്ലോകം. അവാച്യവാദാംശ ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ നിന്ദന്ത തവ സാമർത്ഥ്യം തതോ ദുഃഖതരം നുകിം. തവ നിന്റെ അഹിതാം ശത്രുക്കൾ, തവ നിന്റെ സാമർത്ഥ്യത്തെ നിന്ദിച്ചുകൊണ്ട്, ബഹൂൻ വളരെ അവാച്യവാഞ്ച പറയാൻ പാടില്ലാത്ത വാക്യങ്ങൾ നിന്നെ കൊണ്ട് പറയും. വദിഷ്യന്തി നിന്നെ കുറിച്ച് പറയും.
തഥ അതിലും ദുഃഖതരം വേറെ എന്താണത്? കിംസു അതിലും ദുഃഖകരമായിട്ട് എന്താണുള്ളത്? നിന്റെ ശത്രുക്കൾ നിന്നെ ഇതുവരെ പ്രയോഗിക്കാത്ത വാക്കുകളുണ്ട്. നിന്നെ അപകീർത്തിപ്പെടും, വളരെ മോശമായ വാക്കുകൾ പറയും. അപ്പോൾ ഇതുവരെ ബഹുമാന്യനായി നിന്നിരുന്ന നിനക്ക് അതിനേക്കാൾ വേദനാകരമായി എന്താണുള്ളത്? നിന്ദാവചനങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസത്താൽ അധികം മറ്റ് വേദനകൾ യാതൊന്നും തന്നെ ഇല്ല എന്ന് ഭഗവാൻ സൂചിപ്പിക്കുകയാണ്. അർജുനനെ ഈ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പല ന്യായീകരണങ്ങളും പറഞ്ഞുകൊണ്ട് ഭഗവാൻ അർജുനനെ ഇതിലേക്ക് നയിക്കുകയാണ്. 37-ാമത്തെ ശ്ലോകം, ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭവിഷ്യതേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയാഃ. ഭഗവാൻ കൺക്ലൂഡ് ചെയ്യാണ്, ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം. കൗന്ദേയ, ഹതോ വാ നീ അഥവാ ഈ യുദ്ധത്തിൽ തന്നെ മരണപ്പെട്ടാലും സ്വർഗത്തെ പ്രാപ്സ്യസി യുദ്ധത്തിൽ ജയിച്ച എങ്ങനെ ആയാലും മരിച്ചവൻ സ്വർഗത്തിലെത്തും. അതുകൊണ്ട് ഹതോ വാ സ്വർഗം പ്രാപ്സ്യസി ജിത്വാ വാ മഹീം ഭോഷ്യസേ. നീ ജയിച്ചാൽ നീ രാജ്യഭരണം ഉൾക്കൊള്ളും, ആ രാജ്യത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും നിനക്ക് ലഭിക്കും. തസ്മാത് യുദ്ധായ കൃതനിശ്ചയ ഉത്തിഷ്ഠ. അതുകൊണ്ട് യുദ്ധത്തിന് എഴുന്നേറ്റാലും യുദ്ധം ചെയ്യാനായി കൃതനിഷ്ഠനായി സന്നദ്ധമാകൂ എന്ന ആഹ്വാനമാണ് ഭഗവാൻ ഈ കൺക്ലൂഷനായി പറയുന്നത്. കൗന്ദേയ, ഹതോ വാ സ്വർഗം പ്രാപ്സ്യസി ജിത്വാ വാ മഹീം ഭോക്ഷ്യസേ തസ്മാത് യുദ്ധായ കൃതനിശ്ചയ ഉത്തിഷ്ഠ. അതുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുക. അർജുന, നീ കൊല്ലപ്പെടുകയാണെങ്കിൽ വീരസ്വർഗം പ്രാപിക്കും, ജയിക്കുകയാണെങ്കിൽ രാജ്യഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. അതിനാൽ നീ യുദ്ധത്തിനായുള്ള തീരുമാനം കൈക്കൊണ്ട് ഉത്തിഷ്ഠ, യുദ്ധത്തിനായി സജ്ജമാവുക. ഭഗവാന്റെ ഈ ഉത്തേജന ആഹ്വാനം തുടരുകയാണ് അടുത്ത ശ്ലോകങ്ങളിലൂടെ. സമയബന്ധിതമായതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തുന്നു. ശേഷം അടുത്ത ക്ലാസ്സിൽ. നന്ദി, നമസ്കാരം.